നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഇവള് ചെന്നില്ലെങ്കിൽ എന്താ അമേരിക്കയിലേക്കുള്ള വിമാനം താഴേന്ന് മുകളിലേക്ക് പൊന്തില്ലേ? പ്രിയങ്ക പോയാ പിന്നെ എന്ന് വരുമെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് തമ്മിൽ കാണണ്ടേ? പാടിക്കോളൂ, എനിക്ക് കേൾക്കണം. അസലായിട്ട് പാടി, മനസ്സങ്ങ് നിറഞ്ഞു. രാധിക നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അമ്മയ്ക്കൊന്നും പറയാൻ അറിഞ്ഞൂടെ മോളെ? അമ്മയുടെ കൺമുന്നിൽ നിൽക്കുന്നവരൊക്കെ അമ്മ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിട്ടാ തോന്നുന്നത്. എന്റെ മോള് വലിയ ഉയരങ്ങളിൽ എത്തും, അതമ്മയ്ക്ക് ഉറപ്പാ. ഈ മേഡത്തിനെ ദൈവത്തെ പോലെ കാണണം. ആരാധിക്കയോ സ്നേഹിക്കയോ അതൊക്കെ നിന്റെ ഇഷ്ടം. മേഡമാണ് ഇനി നിനക്കെല്ലാം. ഞാനിങ്ങ് സ്വീകരിക്കുക എന്റെ സ്വന്തമായിട്ട്.
എന്റെ ദേവേട്ടാ, എവിടെയാ ചെന്ന് നിൽക്കുന്നേ, എന്താ സംഭവിക്കുന്നേ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഇത്രയും വലിയൊരു സ്ഥാപനത്തില് മോൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം കാണണം. ഞെട്ടിപ്പോവും നമ്മള്. അശ്വതി മാഡത്തിന് എന്നെ എന്തൊരു കാര്യമെന്നറിയോ? അതുപോലെ തന്നെയാ ഫിദ മാഡത്തിനും. പാട്ട് പാടി കഴിഞ്ഞപ്പോ ഫിദ മാഡം എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കയ്യിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അതെന്താന്ന് ഞാൻ കുറെ ചിന്തിച്ചു. മനസ്സറിഞ്ഞ് സ്നേഹം ആര് നൽകിയാലും അത് മധുരമാണ് കുട്ടി. ദേവേട്ട, ആ മാഡത്തിന്റെ പേരിലും ആ സ്കൂളിന്റെ പേരിലും പ്രത്യേകം പൂജ എന്തെങ്കിലും കഴിക്കണം. നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. ചെയ്യാം. എന്തുകൊണ്ടായാലും എന്റെ മോളുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത് കാണുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിന്റെ കാരണക്കാരി ഇപ്പൊ അവരാണല്ലോ. ദേവ, നാളെയല്ലേ വരുണും പ്രിയ അമേരിക്കയിലേക്ക് പോകുന്നത്? നമ്മൾ എപ്പോഴാ അങ്ങോട്ട് ഇറങ്ങുന്നത്? ഞാൻ അമ്പലത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാമേ. മോളുടെ കാര്യം എങ്ങനെ? നാളെ കണിമംഗലത്ത് പോയിട്ട് അവിടുന്ന് അങ്ങ് സ്കൂളിലേക്ക് പോയാ പോരെ? ഇവളെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഇവള് ചെന്നില്ലെങ്കിൽ എന്താ, അമേരിക്കയിലേക്കുള്ള വിമാനം താഴേന്ന് മുകളിലേക്ക് പൊന്തില്ലേ? പ്രിയങ്ക പോയാ പിന്നെ എന്ന് വരുന്നു പറയാൻ പറ്റുമോ? അവർക്ക് തമ്മിൽ കാണണ്ടേ? അച്ഛാ, ഇന്ന് സ്കൂളിൽ ചെന്ന് ചേർന്നിട്ട് നാളെ അവധി ചോദിക്കുമ്പോ നമുക്കൊരു കൃത്യതയില്ലെന്നല്ലേ അവർക്ക് തോന്നും. ഞാൻ പ്രിയോട് ഫോണിൽ സംസാരിച്ചോളാം. നാളെ എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ. ആ, ഇനിയിപ്പൊ അതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യ. യശോദേ, എനിക്ക് നാളെ ഇടാനുള്ളതെന്ന് എടുത്തു വെച്ചേക്കണം. ശരി അമ്മേ. എന്താ കണിമംഗലത്തേക്ക് വരേണ്ട കാര്യമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞോണ്ടല്ലേ മോള് സ്കൂളിന്റെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി? ഇല്ലച്ചാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും നല്ല മാർഗം ആ സ്കൂളും അവിടുത്തെ ജോലിയും. എന്ത് മാറ്റിവെച്ചിട്ടായാലും അതിന് പോണം. അവള് പൊയ്ക്കോട്ടെ ദേവേട്ട, അതാ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.